മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഓയിലുള്ള സോപ്പിന്റെ വീഡിയോ ആണ്. ഓയിൽ അല്ല കേട്ടോ, സോറി, ഓർഡറുള്ള സോപ്പിന്റെ വീഡിയോ ആണ്. ഇന്ന് നമുക്ക് ഓർഡർ ഉള്ളത് മുൾട്ടാനി മിട്ടിയുടെ സോപ്പാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഒരു കസ്റ്റമറിന് മുൾട്ടാനി മിട്ടിയുടെ സോപ്പ് യൂസ് ചെയ്തത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവരുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനൊക്കെ ആയിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് സോപ്പ് പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത്. 20 സോപ്പാണ് കേട്ടോ ഓർഡർ ഉള്ളത്. അപ്പൊ നമുക്ക് ചട്ടപ്പട്ട എന്ന് പറഞ്ഞിട്ട് 20 സോപ്പ് ഉണ്ടാക്കിയാലോ. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഇവനാണ് നമ്മുടെ ഇന്നത്തെ സോപ്പിലെ താരം. ഇവനും വേറൊരുത്തനും ഉണ്ട് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ സോപ്പ് ബേസ്, നമുക്ക് സോപ്പ് ബേസിൽ അതൊരു സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഈ സോപ്പ് ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ്. പാരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലും റേറ്റ് കുറവുള്ള ബേസുകൾ ഒരുപാടുണ്ട്. നമുക്ക് 70-80 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബേസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല റേറ്റിലുള്ള ബേസുകളുണ്ട്. പ്രീമിയം ക്വാളിറ്റി ബേസുകളാണെങ്കിൽ എന്തായാലും ആ ബേസുകൾക്ക് റേറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോ ബേസ് എപ്പോഴും നല്ലതാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഓർഡറും പിന്നീട് കിട്ടും, നമുക്ക് സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഞാൻ എപ്പോഴും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും നിൽക്കാറില്ല. റേറ്റ് കൂടുതലാണെങ്കിലും നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബേസ് വെച്ചിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് സോപ്പ് ബേസ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം ഇപ്പൊ എങ്ങനെയാണ് സോപ്പ് ബേസ് കട്ട് ചെയ്യേണ്ടത്. എന്നാ പോന്നോളൂ, നമുക്ക് കട്ട് ചെയ്തെടുക്കാം എല്ലാതും. അപ്പൊ നമുക്ക് 20 കിലോ ഇല്ല കേട്ടോ, സോറി, 2 കിലോയിലാണ് നമ്മൾ 20 സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് സോപ്പ് ബേസ് എല്ലാം കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ബേസുകൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഇത് ബേസ് കട്ടറാണ്, ഇത് ബേസ് ആണ്. ബേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സോപ്പിന്റെ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ. അമിനി നമുക്ക് ബേസ് കട്ട് ചെയ്തിട്ട് വരാം. അപ്പൊ ഈ കുമാരം കുട്ടി വെച്ചിരിക്കുന്നത് നമുക്ക് 2 കിലോ ബേസ് ആണ് കേട്ടോ. 2 കിലോ ബേസിൽ നമുക്ക് 2 കിലോ കാറ്റും ഞാൻ ഒരു 50 ഗ്രാം കൂടുതൽ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചിലതില് കൂടാനും കുറയാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് 2 kg എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു സോപ്പ് കുറഞ്ഞു എന്നൊക്കെ വരാം. അതിനൊന്നും നിൽക്കണ്ടാതെ ഒരു 50 ഗ്രാം നമ്മൾ കൂടുതൽ എടുക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് 20 സോപ്പ് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇനി ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നമുക്ക് ഈ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുത്താലോ. നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മുൾട്ടാനി മിട്ടി പൗഡർ. ഇതൊരു ക്ലേ പൗഡറാണ് കേട്ടോ. ക്ലേ നമ്മൾ മണ്ണാണ്, നമ്മൾ രാജസ്ഥാനിലെ ഒരു ടൈപ്പ് മണ്ണാണ് ഇത്, മുൾട്ടാനി മിട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതൊരു 4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ. അപ്പോൾ റോസ് വാട്ടറിൽ നമ്മുടെ മുൾട്ടാനി മിട്ടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ നമുക്കൊരു 10 ml അല്ലെങ്കിൽ ഒരു 15 ml ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ സോപ്പിന് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കൂടാനായിട്ടാണ് ഇതുപോലെ ഓയിൽസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വൈറ്റമിനിയുടെ കോൺസെൻട്രേറ്റഡ് വൈറ്റമിനി ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു 6 തൊട്ടിട്ട് നമുക്കൊരു 12 ഡ്രോപ്പോളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ മിക്സാണ് നമ്മളിനി സോപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതേ കണ്ടില്ലേ, നല്ല രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മിക്സിങ് കറക്റ്റ് ആയില്ലെങ്കിൽ സോപ്പ് ബേസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കട്ട പോലെ കിടക്കും കേട്ടോ. അപ്പോൾ സോപ്പ് ബേസ് മെൽറ്റായി കിട്ടിയപ്പോൾ നമ്മൾ അതിലേക്ക് ഈ മുൾട്ടാനി മിട്ടിയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഡയറക്റ്റ് നമുക്ക് സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സുഖം, ഏതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുക വെച്ചെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കതിലേക്കുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നല്ലൊരു അടിപൊളി ഫ്രാഗ്രൻസ് ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട്
നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മോൾഡിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് എടുത്തിട്ടുള്ളത്. വേറെ ഏത് മോൾഡിൽ ചെയ്താലും എനിക്കൊരു പെർഫെക്ഷൻ കിട്ടാറില്ല കേട്ടോ. എനിക്ക് പിയേഴ്സ് മോൾഡിൽ ചെയ്താലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളതും കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ എനിക്കൊരു ചിലർക്ക് ഉണ്ടാവില്ലേ സംതൃപ്തി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ ഒരു മോൾഡിൽ സോപ്പ് ഉണ്ടാക്കിയാലാണ് എനിക്ക് ആ ഒരു സംതൃപ്തി വരുള്ളൂ കേട്ടോ, വേറെ ഏത് മോൾഡിൽ ഉണ്ടാക്കിയാലും. അപ്പം ഞാൻ കൂടുതൽ സോപ്പുകളും ഇങ്ങനെ പിയേഴ്സ് മോൾഡിലാണ് ഉണ്ടാക്കാറുള്ളത് നമുക്ക് ഷോപ്പിലേക്കുള്ളതും. അപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് 100 ഗ്രാമിനേക്കാട്ടും കുറച്ച് അങ്ങോട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു 104 ഗ്രാം, അത് 105 ഗ്രാമൊക്കെ വരും കേട്ടോ ഒരു സോപ്പ്. അപ്പം നമുക്ക് എല്ലാ മോൾഡിലേക്കും ഇനി സോപ്പ് ബേസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മൾ പറയുന്ന കറക്റ്റ് മെഷർമെൻറ്റിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ സോപ്പുകൾ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ, വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കണോ അതോ ഫ്രിഡ്ജിൽ വെക്കണോ എന്നൊക്കെ. യാതൊരു ആവശ്യമില്ല ഇതിൻ്റെ ഒന്നും. നമ്മൾ എവിടെയാണോ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അതുപോലെ ഇപ്പോൾ റൂമിൽ വെച്ചുണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ തന്നെ അത് സെറ്റ് ആവാനായിട്ട് വെച്ചാൽ മതി. വെയിലത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ ഒന്നും വെക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ നല്ല ബേസൊക്കെ ആണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നമ്മള് സോപ്പ് മോൾഡിൽ നിന്ന് എടുക്കാൻ പോവാണേ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ല എന്താണ് ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്നലെയാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സാധാരണ ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും സോപ്പ് മോൾഡിൽ നിന്ന് എടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് 10 മണിക്കൂറിന് ശേഷമാണ്. അപ്പൊ ചിലർ ചോദിക്കാറുണ്ട് 10 മണിക്കൂർ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ എടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം കേട്ടോ. യാതൊരു പ്രശ്നവും നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കുമ്പോ. കണ്ടില്ലേ അപ്പൊ നമുക്കിനി ഓരോ സോപ്പുകൾ മോൾഡിൽ നിന്ന് എടുക്കാട്ടോ. അപ്പൊ നമ്മുടെ സോപ്പ് നല്ല അടിപൊളി സോപ്പാണ്, മുൾട്ടാണി മിട്ടിയുടെ. ഇതിനി നമുക്കിനി കവർ ചെയ്തെടുക്കണം. ഈ കവറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം, എനിക്കിന്നൊരു ഫംഗ്ഷൻ ഉണ്ട് അതിന് പോവാനായിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സോപ്പുകളൊക്കെ കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് ആദ്യം കവർ ചെയ്യുക. പിന്നെ നമ്മൾ ഒരു ട്രാൻസ്പെറന്റ് കവറിലാക്കും. ബോക്സിൽ വേണ്ടവർക്ക് ബോക്സിൽ കൊടുക്കും. അല്ലാതെ നമുക്ക് ത്രെഡൊക്കെ വെച്ച് കെട്ടിയിട്ടാണെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ എല്ലാ ടൈപ്പും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ബോക്സിൽ വെച്ചിട്ടുള്ളതാണെങ്കിൽ ബോക്സിൽ വെച്ചിട്ടുള്ളതിന്റെ ത്രെഡ് വെച്ചിട്ടുള്ളതായി നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ അങ്ങനെയുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വേഗം പെട്ടെന്ന് കവർ ചെയ്യാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു തരും കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് 20 സോപ്പ് ചെയ്യാനുള്ളത്. ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് ഇത് സാധാ ബോക്സിലാക്കിയിട്ടാണ് അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ സോപ്പുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാനായിട്ട് ഇനി സോപ്പ് ഉണ്ടാക്കി നോക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ സോപ്പ് മേക്കിംഗ് കിറ്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ വേണ്ടവരാണെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി ഓരോ വീഡിയോസ് ആയിട്ടും കാണാം കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.